നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള പല രാജ്യങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ. ഇപ്പം ഞാൻ പാന്റ്, ഷർട്ട്, വാച്ചൊക്കെ ഇടുന്ന പോലെ തന്നെ വിദേശത്തെ ആൾക്കാരും ഇതായിരുന്നു. പക്ഷെ പണ്ട് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ആൾക്കാരും കേരളത്തിലെ മുണ്ടായിരുന്നു ഇട്ടിരുന്നത്. രാജസ്ഥാനിലുള്ളവർ ആ രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഓരോ സംസ്ഥാനത്തുള്ളവരും ആ രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഫോണായിട്ട് ഷർട്ടിലേക്കും പാന്റിലേക്കും തിരിഞ്ഞതൊക്കെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വന്ന ചേഞ്ചുകളാണ്. അപ്പൊ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വന്ന ചേഞ്ചുകളിൽ ഒന്നാണ് ഈ പറയുന്ന എക്കണോമിയുടെ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളും ഈ ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചേഞ്ചുകൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ പക്ഷെ ഇതിനും വർഷങ്ങൾക്ക് മുമ്പേ ഗ്ലോബലൈസേഷൻ പോലെ നടന്നിട്ടുണ്ട്. എങ്ങനെ? വർഷങ്ങൾക്ക് മുമ്പ് പല സ്ഥലത്തുനിന്ന് പല ട്രാവലേഴ്സ്, പല പ്രീസ്റ്റുകള്, അതുപോലെ പല ട്രേഡേഴ്സ് ഒക്കെ ഓരോ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവരുടെ ഗുഡ്സ്, അതുപോലെ അവരുടെ ഐഡിയാസ്, അവരുടെ സ്കിൽസ് എല്ലാം വേറെ വേറെ ആൾക്കാർ വേറെ വേറെ ഭൂപ്രദേശങ്ങളിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്ത് അവർക്ക് സീ റൂട്ടിലും ഒക്കെ വെസ്റ്റ് ആഫ്രിക്ക വരെ അവർക്ക് ട്രേഡ്, വ്യാപാരം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യാപാരങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവലിംഗ് നടക്കുമ്പോൾ അവിടെ ആ സ്ഥലത്തുള്ള റിലീജിയൻസ് ഇങ്ങോട്ട് വരും. അവരുടെ ഇൻഫ്ലുവൻസ്, ഇവിടുത്തെ റിലീജിയന്റെ ഇൻഫ്ലുവൻസ് അവിടെ. അതുപോലെ ഇവിടുത്തെ ആർട്ടുകൾ അവിടെ പോകും. അവിടുത്തെ ആർട്ട് രീതി ഇവിടെ വരും. അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ, വെസൽസ് എല്ലാം ഈ നാട്ടിൽ വരും. ഇവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, വെസൽസ് എല്ലാം അവിടെ പോകും. ഇവിടുത്തെ ഫിലോസഫി, അവിടുത്തെ ഫിലോസഫി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു വേർഷൻ ആയിരിക്കും ഈ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കും. അതും ഒരു ഗ്ലോബലൈസേഷൻ ആയിരുന്നു. അത് പ്രീ മോഡേൺ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊളോണിയലൈസേഷനും മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ ഈ രീതിയിലൊക്കെയാണ് സംഭവിച്ചിരുന്നത്. അപ്പൊ പണ്ട് തൊട്ടേ ഈ ഗ്ലോബലൈസേഷൻ ഇവിടെ നിലനിന്നിരുന്നു. പക്ഷെ ഇത്ര വൈഡ് വാസ്റ്റ് ആയിട്ട് അല്ല എന്നും